കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി എ പീതാംബരന് പരോൾ. 1 മാസത്തേക്കാണ് പരോൾ. ബേക്കൽ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന നിബന്ധനയിലാണ് പരോൾ അനുവദിച്ചത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ്. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, ഈ പീതാംബരൻ നേരത്തെ ഹൈക്കോടതിയെ പരോളിന് വേണ്ടി സമീപിച്ചിരുന്നു. കുടുംബാംഗങ്ങൾക്ക് അസുഖമാണ്, പരോൾ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പരോൾ അനുവദിച്ചിരിക്കുന്നത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, അതായത് ഈ ക്രൈം നടന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന നിബന്ധനയിലാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. പീതാംബരൻ ഇപ്പോൾ നിലവിൽ കാസർകോട്ടേക്ക് എത്തിയിട്ടുണ്ട്. രാവണേശ്വരം ഭാഗത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. മറ്റു പ്രതികൾക്ക് കൂടി പരോൾ അനുവദിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണെന്നൊരു ആരോപണം കോൺഗ്രസ് കേന്ദ്രങ്ങളും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ പെരിയ ഇരട്ടക്കൊലപാതകം അത് പ്രമാദമായ കേസാണ്. കാസർഗോഡ് ജില്ലയിൽ രാഷ്ട്രീയമായി ഊളിലക്കം കൊള്ളിച്ച കേസാണ്. ആ കേസിലെ ഒന്നാം പ്രതിക്ക് തന്നെ ഉടൻ പരോൾ ലഭിക്കുന്നു എന്നത് പ്രധാനമായും കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നാണ് മനസ്സിലാവുന്നത്. വിജയകുമാർ, 1 മാസത്തേക്കാണ് പരോള്. ബേക്കൽ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന നിബന്ധനയിലാണ് പീതാംബരൻ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടിയുണ്ട്. കോൺഗ്രസ് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്നാണ് ഞങ്ങളുടെ കാസർഗോഡ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.